ടീനേജിൽ കുട്ടികളുമായിട്ട് കൂടുതൽ റാപ്പോ ബിൽഡ് ചെയ്യാൻ, അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അവരെ കൂടുതൽ ഇൻസ്പയർ ചെയ്യാൻ വളരെ പ്രധാനമായൊരു കാര്യമാണ് അവർ സഞ്ചരിക്കുന്ന പാതകളും അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളും അവർ കൂടുതൽ സമയം എൻഗേജ് ചെയ്യുന്ന വിഷയങ്ങളുമൊക്കെ നമ്മളൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആസ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുമ്പോൾ അതിനെല്ലാം അങ്ങ് നിശ്ചിതമായി നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് കുട്ടികൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യില്ല പോസിറ്റീവായിട്ട്. നേരെ മറിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അവരിഷ്ടപ്പെടുന്ന ചില ഭക്ഷണങ്ങൾ കാണും, അവരിഷ്ടപ്പെടുന്ന ചില സീരിയലുകൾ കാണും, അവരിഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില സിനിമകൾ കാണും, അവരിഷ്ടപ്പെടുന്ന ചില വേഷങ്ങൾ കാണും, സ്റ്റൈല് കാണും. ഇതൊക്കെ നമ്മളൂടെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുകയും എന്തുകൊണ്ടാണ് അവരിൽ അങ്ങനെ ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള എന്ത് വാല്യൂസാണ് അത്തരം കാര്യങ്ങൾ അവർ ചൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ അവരുമായിട്ടിരുന്ന് ക്ഷമയോടെ സംസാരിക്കാമെന്നുണ്ടെങ്കിൽ അവർ ഇടപെടുന്ന കാര്യങ്ങളെ അവരുടെ രീതിയിലൊന്ന് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചാൽ അവരെ കൂടുതൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും ഉള്ളൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ നമ്മളൊരു ഗ്രാൻഡ് പേരൻ്റ് പോസ്ചർ എടുത്താണ് നിൽക്കുന്നത്. ഒരു ജനറേഷൻ ഗ്യാപ്പ് തന്നെ അവിടെയുണ്ട്. കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ സഞ്ചരിക്കുന്ന കാര്യങ്ങൾ, ഇടപെടുന്ന കാര്യങ്ങളും അവരുടെ കറേജ് തന്നെ ചിലപ്പോൾ കൂടുതലായിരിക്കും. അതിനെ നമ്മൾ എടുത്തിയാട്ടം എന്നൊക്കെ വിളിക്കുമെങ്കിലും കുറച്ചൊക്കെ അഡ്വഞ്ചറസ് ആയിട്ടായിരിക്കും കുട്ടികളുടെ തലമുറ പോകുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ അവരെ അതേ സ്പീഡിൽ നമ്മൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അവരെ നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കൂ.